Hello friends, Jamee's cooking channel like എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചീസി ലസാന ആണ്. സോ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ 420 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് അത് ചെറിയ പീസസിൽ മുറിച്ചെടുക്കണം ഇങ്ങനെ തന്നെ. സോ ഇനി ഞാൻ ഒരു പാൻ എടുത്ത് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ 2 മീഡിയം സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളിവിടെ 1 ടേബിൾ സ്പൂണ് ക്യൂബ്സായി മുറിച്ച ഗാർലിക് ചേർത്ത് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ശേഷം നമ്മൾ ചെറുതായി മുറിച്ച ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കന് 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സോ കുക്ക് ചെയ്തു നമ്മൾ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് കുക്കായി കിട്ടും. സോ ഇനി ഇതിൽ 2 ചെറിയ ഗ്രേറ്റഡ് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ടൊമാറ്റോ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തന്നെ സോസായി വന്നോളും. ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൽ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. അതിൻ്റെ ശേഷം 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും 1 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഹെർബ്സും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇവിടെ ക്യാപ്സിക്കം വെറൈറ്റി കളറുള്ളത് ഒന്ന് ചെറുതായി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളിവിടെ 1 ടീസ്പൂൺ ഒറിഗാനോയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 7-8 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം.
സോ കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മസാല റെഡിയാവും. സോ ഇനി നമ്മൾ വൈറ്റ് സോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇവിടെ ഞാൻ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മെൽട്ടാക്കി എടുക്കണം. സോ ബട്ടർ നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ സോസിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് വേണം പാല് ചേർത്ത് കൊടുക്കാൻ. പാല് ചേർത്ത് കൊടുത്തിട്ട് ഇത് തിക്കാന്ന് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോ അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം 1 ടീസ്പൂണ് വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾ മിക്സ്ഡ് ഹെർബ്സ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. സോ ഇനി നമ്മൾ ലസാന ഷീറ്റ്സ് ബോയിൽ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിന് അതിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ലസാനിയ ഷീറ്റ്സ് ബോയിൽ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 6 ലസാനിയ ഷീറ്റ്സാണ് എടുക്കുന്നത്. നിങ്ങൾ പാനിൻ്റെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. സോ ഇതൊരു 5 to 7 മിനിറ്റ്സ് ബോയിൽ ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. സോ നമ്മൾ ഷീറ്റ്സ് ബോയിലാകുന്ന വരെ നമ്മൾ ഓവണ് 200 ഡിഗ്രിയിൽ 25 മിനിറ്റ് വരെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. സോ ഇനി നമ്മൾ ലസാനിയ ഷീറ്റ്സ് ഇവിടെ ബോയിലായി. ഇനി ഇതൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം. സോ ഇനി നമ്മൾ ലസാനിയ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൽ നന്നായി ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സോ നന്നായി ബട്ടർ സ്പ്രെഡ് ചെയ്തു. ഇനി നമ്മൾ വൈറ്റ് സോസ് ലെയറാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ശേഷം നമ്മൾ ലസാനിയ ഷീറ്റ്സ് വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല ലെയറാക്കി വെച്ച് കൊടുക്കാം. നമ്മൾ മസാല വെച്ചതിന് ശേഷം ഇവിടെ ഞാൻ പർമേസാൻ ചീസ് കട്ട് ചെയ്ത് വെച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മൊസറല്ല ചീസും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ലസാനിയ ഷീറ്റ്സ് പ്ലേസ് ചെയ്ത് കൊടുക്കാം.
ശേഷം നമ്മൾ വൈറ്റ് സോസ് ലെയറാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോ അതിൻ്റെ ശേഷം നമ്മുടെ ചിക്കൻ സ്റ്റഫിങ് എടുത്തിട്ട് ഒന്ന് ലെയറാക്കി വെച്ച് കൊടുക്കാം. സോ നമ്മൾ ലെയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. 2 ലെയേഴ്സാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി ഇതൊന്ന് മൊസറല്ല കൊണ്ട് ഒന്ന് ടോപ്പ് ചെയ്യാം. ആവശ്യത്തിന് മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഓറിഗാനോ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. സോ ഇനി ഇത് 180 ഡിഗ്രീസിൽ 20 to 25 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തെടുക്കണം. സോ നമ്മൾ ടേസ്റ്റി ചീസി ലസാനിയ ഇവിടെ റെഡിയാണ്. സോ ഇതെല്ലാവരും പ്ലീസ് നമ്മളെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹാർഡ് വർക്കും ചെയ്തിട്ട് റെസിപ്പീസ് ഇടുന്നത്. സോ നമ്മൾ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ റെസിപ്പീസ് ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലീൻ്റെ അടുത്തും പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. സോ അസ്സലാമു അലൈക്കും to all.